ഹായ് ഹലോ. നമ്മുടെ സ്കിന്നും അതുപോലെ തന്നെ ഹെയറൊക്കെ നമ്മൾ നല്ലപോലെ കെയർ ചെയ്താൽ അതിൻ്റെ റിസൾട്ടും അതുപോലെ അടിപൊളിയായിരിക്കും. എന്നാൽ നമ്മൾ സ്കിൻ കെയറും ഹെയർ കെയറൊക്കെ ചെയ്യുന്ന സമയത്ത് അറിയാതെ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് പോലും നമ്മളെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തേക്കാം. എൻ്റെ ഹെയർ ഇതുപോലെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. നല്ല തിക്കും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല ലെങ്ത്തും ഉണ്ടായിരുന്നു. പിന്നെ ഡെലിവറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മുടി തീരെ കെയർ ചെയ്യാതെയായി. കാരണം ടൈമില്ലാത്തതാണ്. ന്യൂ മോംസിനൊക്കെ അറിയുന്നതായിരിക്കും, ആ ഒരു ടൈമിൽ നമ്മുടേതായ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാൻ പറ്റാതാവും. എൻ്റെ അപ്പോഴത്തെ ഹെയർ കെയർ റൂട്ടീൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു 2-3 തവണയൊക്കെ തല കഴുകും. അതുപോലെ തന്നെ രാവിലെ ഹെയർ കെട്ടി വെച്ചാൽ പിന്നെ അഴിക്കുന്നത് രാത്രി ആയിരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നല്ല രീതിയിൽ ഹെയർ പൊഴിഞ്ഞു പോയിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. ഡെലിവറിക്ക് ശേഷം പലരുടെയും ഹെയർ കൊഴിയാറുണ്ട്. പക്ഷേങ്കിലും നമ്മൾ ഹെയർ കെയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഈ ഹെയർ കൊഴിയുന്നത് നല്ല രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്ന് നോക്കാം. ഫസ്റ്റത്തെ പോയിന്റ് വന്നിട്ട് നല്ലപോലെ കോംബ് ചെയ്യുക. ഡെയിലി നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ ഒരു 15 മിനിറ്റ് മുടി നല്ലപോലെ ചീകുക. അതും ഇതുപോലെയുള്ള പല്ലകന്ന ചീപ്പ് ഉപയോഗിച്ചിട്ട് മുടി ചീകുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. ഇത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും അതുവഴി നമ്മുടെ ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇനി സെക്കൻഡ് പോയിന്റ് വന്നിട്ട് മുടി ഒരച്ച് തോർത്തരുത്. നമ്മൾ പലരും കുളി കഴിഞ്ഞ ഉടനെ തന്നെ മുടി ഉണങ്ങാനായിട്ട് തോർത്ത് വെച്ചിട്ട് അമർത്തി ഉരക്കാറുണ്ട്. അതുപോലെ തന്നെ തല്ലിയിട്ട് മുടി ഉണക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മുടി നല്ലപോലെ കൊഴിയും. മാത്രമല്ല നമ്മുടെ ഹെയർ പൊട്ടി പോകാനും അതുപോലെ തന്നെ ഡ്രൈ ആവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള തോർത്തോ അല്ലെങ്കിൽ മൈക്രോ ഫൈബർ ഹെയർ ടവൽ പോലെയുള്ള തോർത്തൊക്കെ വെച്ചിട്ട് നമുക്ക് ഹെയർ നല്ലപോലെ ഉണക്കിയെടുക്കാം. ഇനി തേർഡ് പോയിന്റ് വന്നിട്ട് ചൂടുവെള്ളത്തിൽ ഒരിക്കലും മുടി കഴുകാതിരിക്കുക. ചൂടുവെള്ളത്തിൽ മുടി കഴുകുന്ന സമയത്ത് നമ്മുടെ മുടി നല്ലപോലെ പൊട്ടി പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ചൂടുവെള്ളത്തിൽ മുടി കഴുകാതിരിക്കുക. ഇനി ഫോർത്ത് പോയിന്റ് വന്നിട്ട് ഓരോ 8 to 10 വീക്ക് കൂടുമ്പോൾ മുടിയുടെ അറ്റം ഒന്ന് കട്ട് ചെയ്ത് കളയുക. ഇത് ഹെയർ ഗ്രോത്ത് ഫാസ്റ്റ് ആക്കും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് റിമൂവ് ആവാനും ഇതുപോലെ ഇടയ്ക്ക് ഹെയറിന്റെ അറ്റം കട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഇനി അടുത്തൊരു പോയിന്റ് വന്നിട്ട് മാക്സിമം കണ്ടീഷണർ യൂസ് ചെയ്യുക. ഹെയർ നല്ല ഹെൽത്തി ആൻഡ് സിൽക്കി ആവാൻ വേണ്ടിയിട്ട് മുടി കഴുകിയ ഉടനെ തന്നെ കണ്ടീഷണർ യൂസ് ചെയ്യുക. ഇത് നമ്മുടെ മുടി ജട കെട്ടുന്നതും മുടി പെട്ടെന്ന് പൊട്ടി പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ലപോലെ കുറക്കും. ഇനി 6th പോയിന്റ് വന്നിട്ട് ഇടയ്ക്ക് നല്ല ഹെയർ മാസ്കുകളൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ വീക്കിലി ഒരു 2 അല്ലെങ്കിൽ 3 തവണയൊക്കെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് മുടി കഴുകുക. ഹെയർ മാസ്കുകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ളത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി 7th പോയിന്റ് വന്നിട്ട് ഹെയർ സ്ട്രെയിറ്റ്നർ ഒക്കെ മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക. ഇനി അടുത്തൊരു പോയിന്റ് വന്നിട്ട് എപ്പോഴും മുടി കെട്ടുന്ന സമയത്ത് വലിച്ചു മുറുക്കി കെട്ടാതിരിക്കുക. അധികം ആൾക്കാരും പോണിടൈലൊക്കെ കെട്ടുന്ന സമയത്ത് ഇത് നല്ലപോലെ വലിച്ചു മുറുക്കിയിട്ടൊക്കെയാണ് കെട്ടുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയറിന്റെ വേരുകളെ തന്നെ സ്ട്രോങ് കുറക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല നമ്മൾ മുടി അഴിക്കുന്ന സമയത്ത് ഒരുപാട് മുടി കൊഴിയുന്നതായിട്ടും നമുക്ക് കാണാം. ഇനി നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് കുളി കഴിഞ്ഞ ഉടനെ തന്നെ മുടി ചീകരുത്. ഇത് നമ്മുടെ ഹെയർ ഫോള് കൂട്ടാനുള്ള ഒരു വലിയൊരു മിസ്റ്റേക്സ് ആണ്. അതുകൊണ്ട് എന്തായാലും ഈ ഒരു കാര്യം ശ്രദ്ധിക്കാം കേട്ടോ. ഇനി അടുത്തൊരു പോയിന്റ് വന്നിട്ട് ഓവറായിട്ട് കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റ് ഒന്നും തന്നെ യൂസ് ചെയ്യാതിരിക്കുക. ഇത് നമ്മുടെ ഹെയർ ഫോള് കൂട്ടാനും മുടി പൊട്ടിപ്പോവാൻ വരെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്തും അതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. അപ്പം നമ്മൾ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് പല മാസ്കുകളൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അത് മാക്സിമം നാച്ചുറൽ ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള ചെറിയ മിസ്റ്റേക്സുകളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഹെയർ ഫോൾ നല്ല രീതിയിൽ നമുക്ക് കുറക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. മാത്രമല്ല ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.